ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പം വന്ന പടയെ പറഞ്ഞേക്കാം, ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ ബെൽ ബട്ടൺ കൂടെ അമർത്തണം കേട്ടോ. പിന്നെ നിങ്ങളുടെ വലിയ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ പ്രതീക്ഷിക്കും. ഇന്ന് മഴയൊക്കെ കുറഞ്ഞു കേട്ടോ, ആകാശമൊക്കെ തെളിഞ്ഞ് നല്ല രസമായിട്ടുണ്ട്. പക്ഷെ ഉച്ചയൊക്കെ ആയപ്പോൾ നല്ല ചൂട്. ഈ ചൂടത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ഓർത്തു, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിക്കൂടെ. അപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ നമുക്കൊരു തണുപ്പിക്കുന്നൊരു ഐറ്റം തന്നെയല്ലേ നല്ലത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ച് ചക്കക്കുരുവൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഷേക്ക് ഉണ്ടാക്കാം. ഈ ഷേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ? അധികം സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട. വളരെ കുറച്ച് സാധനങ്ങൾ, നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. കമോ. ആവശ്യമായ സാധനങ്ങൾ: ചക്കക്കുരു, തിളപ്പിച്ചാറിയ പാൽ, ഐസ്, പഞ്ചസാര, ഏലക്ക എന്നിവയാണ്. താഴെ പറയുന്ന സാധനങ്ങൾ നിർബന്ധമില്ല, പക്ഷെ ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയാണ് ഞാനിതിട്ടിരിക്കുന്നത്. കശുവണ്ടി, ഈന്തപ്പഴം, വാഴയ്ക്കാപ്പഴം എന്നിവയാണ്. ഞങ്ങൾ കുറച്ചധികം ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേവിച്ച് അത് അരച്ച് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ 2-3 ദിവസം നമുക്ക് ഷേക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഷേക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ 4-5 ചക്കക്കുരു മതിയാവും കേട്ടോ. അപ്പം നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് കഴുകിയെടുക്കാൻ പോവാം കേട്ടോ. നന്നായിട്ട് കഴുകണം. ഇപ്പം നമ്മൾ ഏകദേശം എല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചക്കക്കുരു കവർ ചെയ്യുന്ന രീതിയിൽ വെള്ളം എടുക്കണം കേട്ടോ. അത് മൊത്തം വേകാൻ വേണ്ടിയിട്ട് അത്രയും വെള്ളം ആവശ്യമാണ്. ഇനി നമുക്ക് കുക്കർ ക്ലോസ് ചെയ്ത് ചക്കക്കുരു വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. നമ്മുടെ ചക്കക്കുരു എല്ലാം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 പ്രാവശ്യമെങ്കിലും വിസിലടിക്കണം. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. 5 വിസിൽ അടിച്ചു കഴിഞ്ഞ് നമ്മൾ പ്രഷർ കുക്കർ വാങ്ങി വെച്ചായിരുന്നു കേട്ടോ തണുക്കാനായിട്ട്. ഇപ്പോൾ തണുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു ഒന്ന് ആറിയ ശേഷം നമുക്കതിൻ്റെ തൊലി ക്ലീൻ ചെയ്ത് എടുക്കാം. നന്നായിട്ട് വെന്തിട്ടുള്ളത് കൊണ്ട് തൊലി റിമൂവ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഈ ഷേക്ക് അടിക്കാനായിട്ട് മിക്സിയുടെ വലിയ ജാറും ചെറിയ ജാറും എടുത്ത് വെച്ചിട്ടുണ്ടേ. നമുക്ക് ആദ്യം ഏലക്കായുടെ തൊലി പൊളിച്ച് അതിൻ്റെ കുരു മാത്രം ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് 2-3 കശുവണ്ടി ഇട്ട് കൊടുക്കാവേ. അതിനുശേഷം നമുക്ക് 2-3 ഈന്തപ്പഴം കുരു കളഞ്ഞത് ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് നമ്മുടെ ചക്കക്കുരു ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് നന്നായിട്ട് അരയ്ക്കണം. ഇതിന് നമ്മൾ ചെറിയ ജാറാകട്ടോ ഉപയോഗിക്കുന്നത്. നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ ചെറിയ ജാറാണ് ഏറ്റവും നല്ലത്. കുറച്ചൊന്ന് അരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തുറന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും അരയ്ക്കാം. അരയ്ക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇടയ്ക്ക് മൂടി തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വീണ്ടും അരച്ചെടുക്കണം. നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ മുഴുവൻ ചക്കക്കുരു അരച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യത്തിന് വേണ്ടത് മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. ഒരു വലിയ ജ്യൂസ് ഗ്ലാസ്സിനുള്ള അളവ് ഇതാണ്. ഇത് നോക്കി നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ വലിയ ജാർ എടുത്ത് അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു കുഞ്ഞിപ്പഴം ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിരുന്ന ചക്കക്കുരുവിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം.
അടുത്തതായിട്ട് നമുക്ക് തിളപ്പിച്ചാറ് നമ്മൾ വെച്ചിരിക്കുന്ന പാലൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂടിയെടുത്ത് അടച്ച് നന്നായിട്ട് ഇത് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചക്കക്കുരു ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു നല്ല ഗ്ലാസ്സിലേക്ക് മാറ്റാം കേട്ടോ. അപ്പം നമ്മുടെ ചക്കക്കുരു ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല അടിപൊളി ഷേക്കാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ, നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പം നിങ്ങൾ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയണം ഓർത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു ബദാമിൻ്റെ ടേസ്റ്റ്, ബദാം നമ്മൾ ഷേക്കൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താണോ അതിൻ്റെ ടേസ്റ്റ്, ആ ഒരു ടേസ്റ്റ് പ്രത്യേകം കിട്ടുന്നുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ കുറച്ചുകൂടെ കഴിക്കട്ടെ കേട്ടോ, സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കണും കൂടെ അമർത്തണം കേട്ടോ. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വലിയ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, സൂപ്പർ. ഞാൻ മൊത്തം കുടിച്ചെടുക്കാൻ പോവാം കേട്ടോ.